കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അറ്റ് ഫിലാഡൽഫിയ. അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് അമേരിക്കയിലെ കോളനിയുടെ പ്രതിനിധികൾ 1774 1775 1776 സമ്മേളിച്ചു. 1774 സമ്മേളനത്തെ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നും 1775 സമ്മേളനത്തെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നും 1776 സമ്മേളനത്തെ തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇൻ 1774 the delegates of American colonies, delegates എന്ന് പറഞ്ഞാൽ representatives, പ്രതിനിധികൾ, the delegates of American colonies except Georgia, അമേരിക്കയിൽ 13 കോളനികളാണ് ഉണ്ടായിരുന്നത്. ഈ 13 കോളനികളിൽ ജോർജിയ എന്ന കോളനിയുടെ പ്രതിനിധികൾ ഒഴികെ മറ്റെല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. It is known as the First Continental Congress. In 1774, the delegates of American colonies, the representatives of American colonies except Georgia met at Philadelphia. It is known as the First Continental Congress. 1774 ജോർജിയ ഒഴികെയുള്ള മറ്റെല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഈ സമ്മേളനത്തെയാണ് ഫിലാഡൽഫിയയിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. It prepared a petition. The First Continental Congress prepared a petition and submitted to the King of England. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഒരു പെറ്റീഷൻ, ഒരു പരാതി തയ്യാറാക്കി ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. The people of the colonies prepared a petition and submitted the King of England. കോളനികളുടെ പ്രതിനിധികൾ ഒരു പരാതി തയ്യാറാക്കി, ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. They demanded the revocation of regulations enforced on industry and commerce and not to impose tax without the approval of the people. ഈ പരാതിയിലൂടെ കോളനികളിലെ പ്രതിനിധികൾ 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. റെവോക്കേഷൻ ഓഫ് റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അമേരിക്കൻ കോളനികളുടെ വാണിജ്യത്തിലും വ്യവസായത്തിലും, അവരുടെ വാണിജ്യ വ്യവസായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം നീക്കം ചെയ്യണം, പിൻവലിക്കണം. രണ്ടാമത്തെ ആവശ്യം, കോളനികളിലെ ജനങ്ങളുടെ സമ്മതം കൂടാതെ, അനുവാദം കൂടാതെ അവരുടെ മേൽ നികുതി ചുമത്താൻ പാടില്ല. കോളനികളിലെ ജനങ്ങളുടെ സമ്മതം കൂടാതെ നികുതി ചുമത്തരുത് എന്നീ 2 ആവശ്യങ്ങളാണ് ഈ പരാതിയിലൂടെ കോളനികളിലെ പ്രതിനിധികൾ ഇംഗ്ലണ്ടിലെ രാജാവിനോട് ആവശ്യപ്പെട്ടത്. ബട്ട് ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് send an army, send troops to suppress the people. എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവ് തൻ്റെ പട്ടാളത്തെ അയച്ച് ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവ് ജനങ്ങളെ, അമേരിക്കൻ കോളനികളിലെ ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ദിസ് ലെഡ് ടു ആൻ ഓപ്പൺ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്കൻ കോളനീസ്. ഇതാണ് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇതാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇൻ 1774 the delegates of American colonies except Georgia met at Philadelphia. 1774 ജോർജിയ ഒഴികെയുള്ള മറ്റ് കോളനികളുടെ എല്ലാം പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ പീപ്പിൾ ഓഫ് ദ കോളനീസ് പ്രിപ്പയർഡ് എ പെറ്റീഷൻ ആൻഡ് സബ്മിറ്റഡ് ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. കോളനികളിലെ ജനങ്ങൾ ഒരു പരാതി തയ്യാറാക്കി ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. They demanded, through this petition, they demanded revocation of regulations enforced on industry and commerce and not to impose tax without the approval of the people. ഈ പെറ്റീഷനിലൂടെ കോളനികളിലെ ജനങ്ങൾ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചു. They demanded the revocation of regulations enforced on industry and commerce. വാണിജ്യത്തിലും വ്യവസായത്തിലും ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണമെന്നും and not to impose tax without the approval of the people.
ജനങ്ങളുടെ അപ്രൂവൽ കൂടാതെ, അംഗീകാരം കൂടാതെ ടാക്സ് ചുമത്തരുത്, നികുതി ചുമത്തരുത് എന്നീ 2 ആവശ്യങ്ങൾ കോളനികളിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ രാജാവിനോട് ഈ പരാതിയിലൂടെ ഉന്നയിച്ചു. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി, അമേരിക്കൻ കോളനികളിലെ ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ദിസ് ലെഡ് ആൻ ഓപ്പൺ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്കൻ കോളനീസ്. ഇതാണ് ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് ഇടയാക്കിയത്. ഇതാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇൻ 1775 the delegates of American colonies again met at Philadelphia. It is known as the Second Continental Congress. In 1775 the delegates of American colonies met at Philadelphia. It is known as the Second Continental Congress. 1775 അമേരിക്കൻ കോളനിയുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The Second Continental Congress elected George Washington as the Commander-in-Chief of the Continental Army. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടനെ കോണ്ടിനെൻ്റൽ ആർമിയുടെ, കോണ്ടിനെൻ്റൽ ആർമി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോളനിയുടെ സൈന്യം, അമേരിക്കൻ കോളനിയുടെ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി, നേതാവായി ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുത്തു. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടനെ കോണ്ടിനെൻ്റൽ ആർമിയുടെ, അമേരിക്കൻ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി തിരഞ്ഞെടുത്തു. ഡ്യൂറിംഗ് ദിസ് പീരീഡ്, ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് it was wise for the Americans to break all the ties with Britain. കോമൺ സെൻസ് എന്ന തൻ്റെ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് തോമസ് പൈൻ പ്രഖ്യാപിച്ചു. ഡ്യൂറിംഗ് ദിസ് ടൈം തോമസ് പൈൻ ഡിക്ലെയർഡ് ദാറ്റ്, തോമസ് പൈൻ പ്രഖ്യാപിച്ചു, ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ഓൾ ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് തോമസ് പൈൻ പ്രഖ്യാപിച്ചു. അതും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 In 1775 the delegates of American colonies met at Philadelphia. It is known as the Second Continental Congress. The Second Continental Congress elected George Washington as the Commander-in-Chief of the Continental Army. During this time, through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break all the ties with Britain. Third Continental Congress. In 1776, the delegates of American colonies met at Philadelphia. It is known as the Third Continental Congress. 1776 അമേരിക്കൻ കോളനിയുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അതാണ് മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. In 1776, the delegates of American colonies met at Philadelphia. It is known as the Third Continental Congress. The Third Continental Congress issued the famous Declaration of Independence. മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചാണ് അമേരിക്കൻ ഐക്യനാടുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. The Third Continental Congress issued the famous Declaration of Independence. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചാണ്. The Third Continental Congress issued the famous Declaration of Independence of America on 4th July 1776. 1776 ജൂലൈ 4. 1776 ജൂലൈ 4 അമേരിക്കൻ ഐക്യനാടുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. The Third Continental Congress issued the famous Declaration of Independence of America on 4th July 1776. 1776 ജൂലൈ മാസം 4 അമേരിക്കൻ ഐക്യനാടുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വയം അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. The Independence Declaration of America, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. The Independence Declaration of America was prepared by Thomas Jefferson and Benjamin Franklin. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. The Independence Declaration of America was prepared by Thomas Jefferson and Benjamin Franklin. തോമസ് ജെഫേഴ്സൺ,
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ ചേർന്നാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4-നാണ്. ഓൺ 4th July 1776 USA declared its independence from England. The Independence Declaration of America was prepared by Thomas Jefferson and Benjamin Franklin. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ മെയിൻ ഐഡിയാസ് ഇൻ ദ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ ഓഫ് അമേരിക്ക: all are equal. എല്ലാ മനുഷ്യരും തുല്യരാണ്. all are equal. everyone has certain rights. എല്ലാ മനുഷ്യർക്കും ചില അവകാശങ്ങളുണ്ട്, ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. all people are equal. everyone has some fundamental rights. no government has the right to suspend the rights of the people. ജനങ്ങളുടെ അവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ലൈഫ്, ലിബർട്ടി ആൻഡ് പേഴ്സ്യൂട്ട് ഹാപ്പിനെസ് ആർ ദ ഇൻഏലിയനബിൾ റൈറ്റ്സ് ഓഫ് മാൻ. ഒരു മനുഷ്യൻ്റെ ഇൻഏലിയനബിൾ, അൺസെപ്പറബിൾ, വേർപെടുത്താനാകാത്ത, ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു മനുഷ്യയിൽ നിന്ന് വേർപെടുത്താനാകാത്ത അവകാശങ്ങളാണ് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം; റൈറ്റ് ടു ലിബർട്ടി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; ആൻഡ് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, സന്തോഷിക്കാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സന്തോഷിക്കാനുള്ള അവകാശം, ഇതെല്ലാം മനുഷ്യൻ്റെ ഇൻഏലിയനബിൾ റൈറ്റ്സ് ആണ്, അൺസെപ്പറബിൾ റൈറ്റ്സ് ആണ്, മനുഷ്യനിൽ നിന്ന് വേർപെടുത്താനാകാത്ത റൈറ്റ്സ് ആണ്. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ പ്രധാന ഐഡിയാസ്. all are equal. എല്ലാ മനുഷ്യരും തുല്യരാണ്. everyone has certain rights. എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, ചില മൗലിക അവകാശങ്ങളുണ്ട്. no government has the right to suspend them. ഒരു ഗവൺമെൻറ്റിന് മനുഷ്യൻ്റെ അവകാശങ്ങളെ റദ്ദാക്കാനുള്ള അവകാശമില്ല. right to life, right to happiness and right to liberty. These are the inalienable rights of man. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സന്തോഷിക്കാനുള്ള അവകാശം, ഇതെല്ലാം മനുഷ്യൻ്റെ വേർപെടുത്താനാകാത്ത അവകാശങ്ങളാണ്. In 1781, the war between England and American colonies came to an end. 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം എന്നേക്കുമായി അവസാനിച്ചു. In 1781, the war between England and American colonies came to an end. England recognized the freedom of 13 American colonies according to the Treaty of Paris in 1783. 1783 പാരീസ് ട്രീറ്റി പ്രകാരമാണ് അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിക്കുന്നത്. Britain ratified, England ratified the freedom of 13 American colonies according to the Treaty of Paris in 1783. The Constitution of America was prepared by James Madison. The first written constitution in the world was the Constitution of the United States of America. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. The Constitution of the USA was prepared under the leadership of ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. റിസൾട്ട്സ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? gave a direction and motivation to the later freedom struggles and revolutions that all over the world. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും മാർഗദർശിയായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. gave a direction and motivation to the later freedom struggles and revolutions all over the world. First result. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ഫലം gave a direction and motivation to the later freedom struggles and revolutions all over the world. രണ്ടാമത്തെ റിസൾട്ട് put forward the concept of republican form of government. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, രാഷ്ട്രത്തലവനെ ഇലക്ഷനിലൂടെ നിശ്ചയിക്കുന്ന രാഷ്ട്രത്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയത് അമേരിക്കൻ റവല്യൂഷനാണ്.
Put forward the concept of republican form of government. Next result, prepared the first written constitution in the world. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കപ്പെട്ടതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ടാണ്. Prepared the first written constitution in the world. Contributed to the concept of federal system that ensured freedom and authority of states in the union. ഒരു രാഷ്ട്രത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായ സ്വതന്ത്രമായ അധികാരങ്ങൾ നൽകുന്ന റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ആശയം ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഒരു രാഷ്ട്രത്തിലെ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് അതോറിറ്റിയുള്ള ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ദീസ് ആർ ദ റിസൾട്ട്സ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് റിസൾട്ട് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടന്ന പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകി. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്യൂർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. ഒരു രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരങ്ങൾ നൽകുന്ന ഫെഡറൽ സമ്പ്രദായം എന്ന ആശയം. ഇന്ത്യയിലും അമേരിക്കയിലും ഫെഡറൽ സിസ്റ്റമാണ്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് ഇൻഡിപെൻഡൻ്റായ അധികാരങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാർ. ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായ അധികാരം നൽകുന്ന ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇവയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ. ഓൺസ് മോർ, gave direction and motivation to the later freedom struggles and revolutions all over the world. Put forward the concept of republican form of government. Prepared the first written constitution in the world. And contributed the concept of federal system that ensured freedom and authority of states in the union.